ഗുഡ് ഈവനിങ്. നമ്മളിങ്ങനെ മറ്റൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് സിഗ്മ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്സാണ് അല്ലേ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബ് ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല, എന്തുകൂടെയുണ്ട്, ഗൂഗിൾ മീറ്റിനകത്തുള്ള ക്ലാസ്സുകളുണ്ട്. ഗൂഗിൾ മീറ്റിനകത്ത് കൂടെ നമ്മൾ ഇതൊരു പ്രോപ്പർ കോച്ചിങ് ആണ്, അല്ലാതെ ജസ്റ്റ് ഒരു വൺ മാൻ ഷോ നടത്തി പോകുന്നൊരു പരിപാടിയല്ല. ഇതൊരു പ്രോപ്പർ കോച്ചിങ് ആണ്. ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ യൂട്യൂബ് ലൈവിലൂടെ ചെയ്യുന്നത് അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇത്ര പേർക്ക്, ഇപ്പോൾ പല ഗൂഗിൾ മീറ്റിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പേർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ലൈവിൽ മെയിൻ ക്ലാസ്സുകളെല്ലാം യൂട്യൂബ് ലൈവിലൂടെ ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കാണാം, അതിനകത്ത് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നീടാണെങ്കിലും അതവിടെ റെക്കോർഡഡായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാമെന്നുള്ളതാണ് അടുത്ത ഗുണം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ, അതായത് അങ്ങനെ മാത്രമായി കഴിഞ്ഞാലും ശരിയാവില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന, ഇപ്പോൾ 2022 എക്സാം എഴുതാൻ പോകുന്നവർ, അതുപോലെ ഇപ്പോൾ 2021 എക്സാമും വന്നിട്ടില്ല, അപ്പോൾ അത് എഴുതാൻ പോകുന്നവർ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഗൂഗിൾ മീറ്റിലൂടെ അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് യൂട്യൂബ് ലൈവിലൂടെ കൊടുത്തിട്ട് കാര്യമില്ല. 1-to-1 അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. അങ്ങനെ 1-to-1 ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് ഗൂഗിൾ മീറ്റിലൂടെ ആഴ്ചയിൽ 4 ദിവസം അത് വേറെ നടക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഓരോ ദിവസം വെച്ച് അത് വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് ആണ്. ഈവൻ ഒരു എന്താ പറയുക, ഒരു ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കോച്ചിങ് മെത്തേഡാണ് സിഗ്മ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ പോകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ നമുക്ക് ചെയ്യാനുണ്ട്. അതിങ്ങനെ ഓരോ ഫേസസ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ആദ്യം ക്ലാസ്സുകൾ, കൺസെപ്റ്റുകൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് കടക്കും. അങ്ങനെ ഓരോ ഫേസുകളിലായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന +1 എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതിനകത്തുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതാണ് ഏറ്റവും സയൻറ്റിഫിക് മെത്തേഡ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലേലിസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഫോക്കസ് ഏരിയ ഇത് വിട്ട് ഒരു എക്സ്ട്രാ പഠിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ എല്ലാ വീഡിയോസും സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ട്സും ഇതിനകത്തോടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈ ലൈവ് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എഴുതി വെച്ച് അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. വേറെ ഒന്നൊരു പണിയുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ +1 എക്സാം എഴുതാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയയിൽ പി ബ്ലോക്കിനകത്ത് 4 ടോപ്പിക്സാണുള്ളത്. ഒന്ന്, അത് തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം പി ബ്ലോക്ക്, എസ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചാലും മറന്നു പോകുന്ന സാധനങ്ങളാണ്. കാരണം ഇതിനൊന്നും വലിയ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്താ ഇതിൻ്റെ റീസൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോഡിയം ഇങ്ങനെയാണ്, പൊട്ടാസ്യം ഇങ്ങനെയാണ് അല്ലേ, അല്ലാതെ സോഡിയം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ റീസൺ അന്വേഷിച്ച് പോകാൻ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ലെവലിനകത്ത് അതിൽ കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണവുമില്ല. നമ്മളെ കുറേ സമയം പോയി കിട്ടുന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമില്ല. സോഡിയം ഇങ്ങനെയാണ് എന്നറിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അല്ലേ. യെസ്, അപ്പോൾ അതുപോലുള്ള കുറേ ടോപ്പിക്സ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കത് ഓർമ്മയിൽ വെക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 എക്സാം വളരെ ഈസി ആയിട്ട് കിട്ടി. പി ബ്ലോക്കിനകത്ത് ആകെ 4 ടോപ്പിക്സേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് ഇതിൻ്റെ ലിങ്കൊക്കെ നേരത്തെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ടോപ്പിക്സൊക്കെ ഒന്ന് ഏതാ ടോപ്പിക് എന്നൊക്കെ നോക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടും. അപ്പോൾ 4 ടോപ്പിക്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ടോപ്പിക്കാണ് ഡൈബൊറൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡൈബൊറൈൻ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഓരോ നോട്ട്സും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് അതിനകത്തുള്ളത്, അതെന്തൊക്കെ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഡൈബൊറൈൻ. പിന്നെ സ്ട്രക്ചർ ഡൈബൊറൈൻ്റെ ഒരു ബനാന ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ ഇതെല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്ന പോയിൻറ്റ്സ് പ്രത്യേകം എക്സാമിന് എഴുതേണ്ടത് അത്രയും പോയിൻറ്റ്സാണ്, മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഒപ്പം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. അതിനകത്ത് കാർബൺ മോണോക്സൈഡ്
കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് അങ്ങനെ കോമ്പൗണ്ട്സ് ഉണ്ട്. പക്ഷേ കാർബൺ മോണോക്സൈഡ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അതും അത്യാവശ്യം ഒരിത്തിരി വലിയ ടോപ്പിക്കാണ്. അതിനകത്തും പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അലോട്രോപ്സ് ഓഫ് കാർബൺ. അലോട്രോപ്സ് ഓഫ് കാർബൺ രണ്ടാമത്തെ ആയിരുന്നു. എന്തായാലും ഓർഡറിലൊന്നും കാര്യമില്ലല്ലോ. അലോട്രോപ്സ് ഓഫ് കാർബൺ നല്ല ടോപ്പിക്കാണ്. കാരണം ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിങ്സ്, പിന്നെ ചാർക്കോൾ എന്ന് പറയുമ്പോൾ വുഡ് ചാർക്കോൾ, അനിമൽ ചാർക്കോൾ, അതാണ് ഒരു വരിയെ പഠിക്കാനുള്ളൂ അതിൻ്റെ പറ്റി. പക്ഷേ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ അങ്ങനെയല്ല, നല്ലോണം എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫൊക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് പഠിക്കുക. ഞാനത് എടുക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കുറച്ച് പേരുകൾ, അലോട്രോപ്സിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. NCERT പേരുകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പേരുകൾ ഓർത്ത് വെക്കുക. കോൾട്ടാർ, കോക്ക് അങ്ങനെ പറയുന്ന കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. ആ അലോട്രോപ്സിൻ്റെ പേരുകൾ ഏതാണ്ട് എല്ലാം കൂടി ഒരു 9 അലോട്രോപ്പ് ഉണ്ട്. 9 അലോട്രോപ്സ് ഉണ്ട്. അതാണ് അലോട്രോപ്സ് ഓഫ് കാർബൺ. ആൻഡ് ലാസ്റ്റ് വൺ സിലിക്കോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം എക്സാം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 പ്രാവശ്യമൊക്കെ മാക്സിമം നിങ്ങൾ കാണുള്ളൂ, ചോദിച്ചതായിട്ട് കാണുള്ളൂ. പക്ഷേ അത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. അതിൻ്റെ സിലിക്കോണിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കൽ ഇത്തിരി പാടാണ്. അതുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു റിയാക്ഷൻ എഴുതുന്നത്. കാരണം അതൊരു പോളിമറൈസേഷൻ റിയാക്ഷനാണ്. അത് എഴുതി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതണം. എഴുതി നോക്കിയാലേ, ഞാൻ ആ കാണിച്ചിരുന്നത് അപ്പം തന്നെ ഒന്ന് എഴുതി നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എങ്ങനെ വന്നു എന്നൊക്കെ. വീഡിയോ അവസാനിച്ചതിന് ശേഷം ഒന്ന് സ്വയം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് നോട്ട്സിലേക്ക് എഴുതുക. അത് എഴുതി പഠിക്കുക. എന്നാലേ അത് മനസ്സിലാവുള്ളൂ, തലയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എന്തായിരുന്നു? ഡൈബുറൈൻ. പി ബ്ലോക്കിൽ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് ഡൈബുറൈൻ. ഇപ്പോൾ ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡൈബുറൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈബുറൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കാണാം ഡൈബുറൈനെ പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിക്കാണ്ട് ഇരുന്നിട്ടുണ്ടാവില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഡൈബുറൈൻ കാണാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തും ഡൈബുറൈൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൈബുറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൈബുറൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ ഡൈബുറൈൻ്റെ ഫോമുല എന്ന് പറയുന്നത് B2H6 എന്നാണ്. അപ്പോൾ B2H6 എന്ന് പറയുന്ന ഈ ഫോമുല കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നാം എന്താ ഇങ്ങനെ അല്ലേ, ഇതിനകത്തൊരു 2 കോമൺ അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഫോമുല ശരിക്കും BH3 എന്നല്ലേ വരേണ്ടത് എന്ന് നമുക്ക് തോന്നാം. അതിൽ തെറ്റൊന്നുമില്ല, തോന്നിയതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം ഇതിൻ്റെ പേര് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡൈബുറൈൻ. കണ്ടോ, ഡൈബുറൈൻ. അപ്പോൾ എന്താ പേര് നമുക്ക് മനസ്സിലായി. ഡൈ എന്ന് പറയുമ്പോൾ ഡൈബുറൈൻ എന്ന് പറയുന്നത് ഒരു ഡൈമറാണ്. അപ്പോൾ ഈ മോളിക്യൂൾ ഒരു ഡൈമറാണ്. എന്താ ഡൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 BH3 യൂണിറ്റ്സ് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഡൈബുറൈൻ ആവുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതാണ് B2H6. കണ്ടോ, 2 BH3 യൂണിറ്റുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു B2H6 അഥവാ ഡൈബുറൈൻ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡൈബുറൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൈബുറൈൻ്റെ ഫോമുല എല്ലാവരും പഠിച്ചു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത പ്രത്യേകത സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് നോൺ ഇസ് ഡൈബുറൈൻ. ബോറോണിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചു. ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും മറ്റൊരു എലമെൻറ്റും തമ്മിലുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രൈഡ് എന്ന് പറയുക. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ബോറോണിൻ്റെ ഹൈഡ്രൈഡാണ് ഡൈബുറൈൻ എന്ന് പറയുന്നത്, ഏറ്റവും ചെറുത്. അതിനാണ് ഡൈബുറൈൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അപ്പോൾ ഇതിനകത്ത് ഈ ഞാൻ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ സെൻറ്റൻസുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാറുള്ളത് പോലെ ഇതിനകത്ത് ഇനി എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഡൈബുറൈൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് BF3 വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ ഡൈ ഇഥൈൽ ഈഥർ. BF3 എന്ന് വെച്ചാൽ എന്താ? ബോറോൺ ട്രൈഫ്ലൂറൈഡ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, LiAlH4, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇൻ ഡൈ ഇഥൈൽ ഈഥർ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീഡിയമാണ്. അപ്പോൾ അവിടെ താഴെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. BF3 പ്ലസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഗിവ്സ് B2H6 പ്ലസ് ലിഥിയം ഫ്ലോറൈഡ് പ്ലസ് അലുമിനിയം ഫ്ലോറൈഡ്. അപ്പോൾ അവിടെ ലിഥിയം ഫ്ലോറൈഡും അലുമിനിയം ഫ്ലോറൈഡും ബൈ പ്രോഡക്ട്സ് ആണ്. B2H6 അതാണ് നമ്മുടെ പ്രോഡക്റ്റ്, മെയിൻ പ്രോഡക്റ്റ് അല്ലേ, ഡൈബുറൈൻ. അപ്പോൾ ഡൈബുറൈൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. BF3 പ്ലസ്, അതായത് ബോറോൺ ട്രൈഫ്ലൂറൈഡ് പ്ലസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്.
ഇനി ലബോറട്ടറി പ്രിപ്പറേഷൻ പറയുകയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഓക്സിഡേഷൻ ഓഫ് സോഡിയം ബോറോഹൈഡ്രേറ്റ് വിത്ത് അയോഡിൻ. ലാബിനകത്ത് നമുക്ക് ഡൈബറൈൻ കുറച്ചുകൂടി എളുപ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഡിയം ബോറോഹൈഡ്രേറ്റ് NaBH4, സോഡിയം ബോറോഹൈഡ്രേറ്റ് അയോഡിൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ, അയോഡിൻ വെച്ച് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഡൈബറൈൻ കിട്ടും. അപ്പോൾ അവിടുത്തെ ബൈ പ്രോഡക്ട്സ് വന്ന് സോഡിയം അയോഡൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ്. ഓക്കെ, അപ്പോൾ അവിടെയും ഡൈബറൈൻ കിട്ടും. ഇനി ഒരു ഇൻഡസ്ട്രിയൽ മെത്തേഡ് പറയുന്നത് ഇതേപോലെ തന്നെ ബോറോൺ ട്രൈഫ്ലൂറൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് പോലെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് വെച്ചിട്ടാണ്. ബോറോൺ ട്രൈഫ്ലൂറൈഡ് സോഡിയം ഹൈഡ്രൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ബോറോൺ ട്രൈഫ്ലൂറൈഡ് സോഡിയം ഹൈഡ്രൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നു 450 കെൽവിൻ ടെമ്പറേച്ചറിൽ. അതാണ് അവിടെ 450 കെൽവിൻ കാണിച്ചിരിക്കുന്നത്. 450 കെൽവിൻ ടെമ്പറേച്ചറിൽ അത് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ B2H6 ഡൈബറൈൻ കിട്ടുന്നു. സോഡിയം ഫ്ലൂറൈഡ് ആണ് അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 3 റിയാക്ഷൻസ് ആണ് ഡൈബറൈൻ്റെ പ്രിപ്പറേഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 3 റിയാക്ഷൻസ്. അതിൽ 2 ബോറോൺ ട്രൈഫ്ലൂറൈഡ് വെച്ചിട്ടാണ്. അത് രണ്ടും ഏകദേശം ഇൻഡസ്ട്രിയൽ മെത്തേഡാണ്. ലാസ്റ്റ് പറഞ്ഞത് എന്തായാലും ഇൻഡസ്ട്രിയൽ മെത്തേഡാണ്. ഫസ്റ്റ് പറഞ്ഞത് ഒരു കോമൺ മെത്തേഡായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതും ഒരു ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് തന്നെയാണ്. ഇനി ലബോറട്ടറി പ്രിപ്പറേഷൻ സോഡിയം ബോറോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ്, അയോഡിനും സോഡിയം ബോറോഹൈഡ്രേറ്റും. അപ്പോൾ ഈ 3 മെത്തേഡ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഡൈബറൈൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്? ഡൈബറൈൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഡൈബറൈൻ കളർലെസ് ആണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ആകെ ഒരു കോമ്പൗണ്ടൊക്കെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. കളർലെസ് ആണ്. അപ്പോൾ കളർലെസ് ഗ്യാസ്, നമുക്ക് കാണാൻ പറ്റാത്ത ഗ്യാസാണ്. ഹൈലി ടോക്സിക് ഗ്യാസ് കണ്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അറിയുന്ന ഗ്യാസുകളെ പോലെയല്ല, ഹൈഡ്രജൻ ഓക്സിജൻ പോലെയൊന്നുമല്ല, ഹൈലി ടോക്സിക് ആണ്, ടോക്സിക് ഗ്യാസ്. വിത്ത് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് 180 കെൽവിൻ, 180 കെൽവിനാണ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ആൻഡ് ഡൈബറൈൻ ക്യാച്ചസ് ഫയർ സ്പോണ്ടേനിയസ്ലി അപ്പോൺ എക്സ്പോഷർ ടു എയർ. അടുത്ത പ്രോപ്പർട്ടി പറയുന്നു, എയറുമായിട്ട് എക്സ്പോഷർ വന്നാൽ ക്യാച്ചസ് ഫയർ, എക്സ്പ്ലോസീവ് റിയാക്ഷൻ അവിടെ നടക്കും എന്നാണ് പറയുന്നത്. ഡൈബറൈൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. B2O3 ബോറിക് ഓക്സൈഡ് ഫോം ചെയ്യും പ്ലസ് H2O. എക്സ്പ്ലോസീവ് റിയാക്ഷനാണ്, ക്യാച്ചസ് ഫയർ, തീ പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എയറിനകത്തുള്ള ഓക്സിജൻ്റെ പ്രസൻസിൽ ഡൈബറൈൻ തീ പിടിക്കും, ക്യാച്ചസ് ഫയർ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഡൈബറൈൻ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എയർ ഇല്ലാതെ വേണം, എയർ കിടക്കാതെ എയർ ടൈറ്റ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അടുത്ത പ്രോപ്പർട്ടി, ഹയർ ബൊറൈൻസ് ആർ സ്പോണ്ടേനിയസ്ലി ഫ്ലെയിമബിൾ ഇൻ എയർ. അല്ലേ, ഹയർ ബൊറൈൻസ് എന്ന് വെച്ചാൽ ഇതിനേക്കാൾ, ഇത് സിംപ്ലസ്റ്റ് ഡൈബറൈൻ ആണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ ഹയർ ബൊറൈൻസ് എന്ന് പറയുന്നത് ആർ സ്പോണ്ടേനിയസ്ലി ഫ്ലെയിമബിൾ ഇൻ എയർ. ഈ പറഞ്ഞത് തന്നെ നമുക്ക് ഇറ്റ് ക്യാച്ചസ് ഫയർ എന്ന് പറഞ്ഞ പോലെ തന്നെ അത് സ്പോണ്ടേനിയസ് ആണ്, വളരെയധികം പെട്ടെന്ന് തന്നെ അത് എയറുമായിട്ട് കത്തിപ്പിടിക്കും, തീ പിടിക്കുന്ന ടൈപ്പ് റിയേജൻസ് ആണ് ഡൈബറൈൻ എന്ന് പറയുന്നതും അതിൻ്റെ ഹയർ ബൊറൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൈബറൈൻ പോലെ ഇനി അതുപോലെ ട്രൈബൊറൈൻ, ടെട്രാബൊറൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഹയർ ബൊറൈൻസ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ്ലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ബൊറൈൻസ് ആർ റെഡിലി ഹൈഡ്രലൈസ്ഡ് ബൈ വാട്ടർ ടു ഗിവ് ബോറിക് ആസിഡ്. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടി പറയുന്നു, ഈ ബൊറൈൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ല, ഇത് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ബൊറൈൻ എന്ന് പറയുന്നത് റെഡിലി ഹൈഡ്രലൈസ്ഡ് ബൈ വാട്ടർ ടു ഗിവ് ബോറിക് ആസിഡ്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ബോറിക് ആസിഡ് തരുന്നു. BOH ത്രൈസ്. കണ്ടോ, അവിടെ കിട്ടിയ പ്രോഡക്റ്റാണ് BOH ത്രൈസ്. ഹൈഡ്രജനാണ്, ഹൈഡ്രജൻ ഗ്യാസാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ബോറിക് ആസിഡ് തരുന്നു. അപ്പോൾ ഇത് 2 രീതിയിൽ നമ്മളോട് ചോദിക്കാം. ഒന്ന്, ഡൈബറൈൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡൈബറൈൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന രീതിയിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ബോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനായിട്ട് ചോദിക്കാം. ബോറിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചാലും ഇതേ റിയാക്ഷൻ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഡൈബറൈൻ അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻസ് വിത്ത് ലൂയിസ് ബേസസ് ടു ഗിവ് ബൊറൈൻ അഡെക്സ്. ഡൈബറൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ക്ലീവേജ് റിയാക്ഷൻ, ക്ലീവേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? പൊട്ടിക്കുക, ബ്രേക്ക് ചെയ്യുക. വിത്ത് ലൂയിസ് ബേസസ്, ലൂയിസ് ബേസായിട്ട് ആക്ട് ചെയ്യുന്ന ചില കോമ്പൗണ്ട്സ് ഉണ്ട്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോൺസ് കയ്യിലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് പറയുക. ഇലക്ട്രോൺ ആവശ്യമുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ്, അവരെയാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് പറയുക. ഇപ്പോൾ അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ ലൂയിസ് ബേസ് എന്ന് പറയുക. അപ്പോൾ ഈ ലൂയിസ് ബേസസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡൈബറൈൻ അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻ, പൊട്ടിപ്പോവും. എന്നിട്ട് ബൊറൈൻ അഡെക്സ് ഫോം ചെയ്യും. BH3L എന്ന ഫോമുലയിലുള്ള സാധനങ്ങൾ ഫോം ചെയ്യും. BH3.L എന്നവിടെ കാണുന്ന ബൊറൈൻ്റെ അഡക്റ്റുകളാണ്. L എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും ആവാം, അവിടെ റിയാക്ട് ചെയ്യാൻ വരുന്ന ആളുടെ ഒരു പാർട്ടായിരിക്കും ആ L എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളവിടെ 2 റിയാക്ഷൻസ് കാണുന്നു. B2H6 + NMe3
എന്ന് വെച്ചാൽ എന്താണ്? ME എന്ന് പറഞ്ഞാൽ മീഥൈലാണ്. ഓക്കെ, ME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഥൈലാണ്. അപ്പോൾ NME3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ മീഥൈൽ നൈട്രജൻ. അപ്പോൾ അമോണിയ പോലൊരു കോമ്പൗണ്ട്. അമോണിയയിൽ NH3 ആണല്ലോ, അതിൽ Hന് പകരം ഹൈഡ്രജന് പകരം 3 മീഥൈൽ വന്നു. അതാണ് NME3. അപ്പോൾ ട്രൈ മീഥൈൽ നൈട്രജൻ ഡൈബോറൈനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് BH3.NME3 കണ്ടോ. അത് BH3 ആയിട്ട് B2H6 BH3 ആയിട്ട് പൊട്ടിപ്പോയി. BH3 എന്ത് ചെയ്തു? 2 BH3യുടെ കൂടെ NME3 ഫോം ചെയ്തു. ഞാൻ അത് എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇത് എഴുതി കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മുടെ B2H6, ഇതാണ് നമ്മുടെ NME3 എന്ന് പറയുന്ന ആൾ. ഈ NME3 എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. NME3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCH3 ത്രൈസ്, അതിനെയാണ് NME3. അതായത് പെട്ടെന്ന് എഴുതാൻ പാകത്തിനാണ് ഈ ME മീഥൈൽ എന്നുള്ളതിന് അങ്ങനെ എടുക്കുന്നതാണ്. അതായത് ഇത് അമോണിയ NH3 എന്ന് പറയുന്നതിനകത്ത് 3 ഹൈഡ്രജന് പകരം ആര് വന്നു? 3 മീഥൈൽ ഗ്രൂപ്പ് വന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ സംഭവം. ഇനി ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. B2H6ഉം NME3 എന്ന് പറയുന്ന ആളും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് B2H6 പൊട്ടുകയാണ്. B2H6 പൊട്ടിയിട്ട് 2 BH3കളായിട്ട് മാറി. ഓക്കെ, അതാണ് ക്ലീവേജ് എന്ന് പറഞ്ഞത്. 2 BH3കളായിട്ട് മാറി. അപ്പോൾ ഇവിടെ NME3 ഇതിൻ്റെ കൂടെ നേരെ ആഡ് ചെയ്ത് വരികയാണ്. കണ്ടോ, NME3 ഈ BH3.NME3 ഇങ്ങനൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ 2 NME3 ഉണ്ട്. അപ്പോൾ അടുത്ത NME3, അതായത് അടുത്ത ട്രൈമീഥൈൽ നൈട്രജൻ അടുത്ത ആളുടെ കൂടെയും പോയി. കണ്ടോ, അപ്പോൾ ഇങ്ങനെ 2 കോമ്പൗണ്ട്സ്, അതായത് 2 അല്ല 1 കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. 2 മോളിക്യൂൾസ്, ഒരു ഡൈബൊറൈനിൽ നിന്ന് 2 മോളിക്യൂൾസ് ഫോം ചെയ്യുകയാണ്. ഇതാണ് ബൊറൈൻ അഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് BH3യുടെ കൂടെ ഒരാളിങ്ങനെ കൂടെ വന്നു, അല്ലേ, അഡീഷൻ ചെയ്ത് വന്നു. അഡക്റ്റ്, അതാണ് അഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഡക്റ്റ്. ഇത് തന്നെ കാർബൺ മോണോക്സൈഡുമായിട്ടും ചെയ്യാം. ഇപ്പോൾ B2H6 കാർബൺ മോണോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? അഗെയിൻ ഇതേപോലെ തന്നെ ഡൈബൊറൈൻ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു BH3, അടുത്ത BH3. ഓക്കെ, ആദ്യത്തെ BH3 കാർബൺ മോണോക്സൈഡായിട്ട് ചേർന്നു, അടുത്ത BH3 കാർബൺ മോണോക്സൈഡായിട്ട് ചേർന്നു. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇതാണ് അടുത്ത റിയാക്ഷൻ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് പറയുന്നു, റിയാക്ഷൻ ഓഫ് അമോണിയ വിത്ത് ഡൈബൊറൈൻ ഗീവ്സ് ഇനീഷ്യലി B2H6.2NH3 വിച്ച് ഇസ് ഫോർമുലേറ്റഡ് ആസ് BH2NH3 twice BH4-. Further heating gives borazine B3N3H6 known as inorganic benzene in view of its ring structure with alternate BH and NH groups. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. B2H6 അമോണിയ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. B2H6 അമോണിയ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കത് നോക്കാം, അതെങ്ങനെയാണെന്നൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എഴുതി നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ പറയുന്നത് ബൊറാസീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമേഷനാണ്. നേരത്തെ ബോറിക് ആസിഡ് ചോദിക്കുമെന്ന് പറഞ്ഞ പോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈബൊറൈൻ്റെ ഒരു കോമ്പൗണ്ട്, ഡൈബൊറൈനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോമ്പൗണ്ടാണ് ബൊറാസീൻ B3N3H6. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡൈബൊറൈൻ എഴുതി B2H6. നമുക്കറിയാം ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? അമോണിയമായിട്ടാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്, അമോണിയ. അപ്പോൾ അമോണിയമായിട്ട് ഡൈബൊറൈൻ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ എഴുതുന്നത്, അതായത് ഇമ്മീഡിയറ്റ് പ്രോഡക്റ്റിനെ നമ്മൾ എഴുതുന്നത് BH2.NH3 twice. BH2.NH3 twice. ഇത് എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബോറോണും, അതായത് ഇവിടെ 2 ബോറോണും 6 ഹൈഡ്രജനും ഉണ്ട്. അതിൽ നിന്ന് ഒരു ബോറോണും 2 ഹൈഡ്രജനും ഇവിടെ എടുത്തു. അപ്പോൾ BH2.NH3, എന്നിട്ട് അതിൻ്റെ കൂടെ 2 അമോണിയ വെച്ചു. അപ്പോൾ അതിനൊരു പ്ലസ് ചാർജ്. ബാക്കിയുള്ളത് എന്താ? ഒരു ബോറോണും 4 ഹൈഡ്രജനുമാണ്, അല്ലേ. അപ്പോൾ അതിനൊരു മൈനസ് ചാർജ്, ആ കോംപ്ലക്സിനൊരു മൈനസ് ചാർജ്. ഇങ്ങനൊരു പ്രത്യേകതരം കോംപ്ലക്സ് ആണ് ആദ്യം ഫോം ചെയ്യുക. അതായത് നമ്മുടെ ഡൈബൊറൈനും അമോണിയയും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇതുപോലൊരു പ്രത്യേക കോംപ്ലക്സ് ആണ് ആദ്യം ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറയാം. ഇത് നമുക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ 9th ചാപ്റ്റർ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുന്നതാണ് കേട്ടോ, കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. ഇനി ഈ കോമ്പൗണ്ട് എന്ത് സംഭവിക്കും? ഈ കോമ്പൗണ്ട് റീഅറേഞ്ച് ചെയ്ത് ഇതിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഞാൻ എഴുതി കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഈ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് ഫോം ചെയ്ത് കിട്ടുന്നത് B3N3H6 എന്ന് പറയുന്നൊരു മോളിക്യൂൾ.
ബൈ പ്രോഡക്റ്റായിട്ട് ഹൈഡ്രജൻ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആരുടെ അടുത്താണ്? B3N3H6. ഇവൻ്റെ പേരാണ് ഇനോർഗാനിക് ബെൻസീൻ. ഇനോർഗാനിക് ബെൻസീൻ. ഇവനെന്താ ഇങ്ങനെ വിളിക്കണേ? എന്താണ് ഇനോർഗാനിക് ബെൻസീൻ എന്നൊക്കെ വിളിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഇതിൽ ഫോർമുല ശ്രദ്ധിച്ച് നോക്കുക. B3N3H6. നമുക്ക് ബെൻസീൻ ആരാണ് എന്നറിയാം. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6. ഇതാരാണ്? B3N3H6. ഈ C6H6 എന്ന് പറയുന്ന ബെൻസീനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? 6 കാർബൺ ഒരു ഹെക്സഗൺ ഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബെൻസീൻ കിട്ടുന്നത് അല്ലേ? 6 കാർബണിൻ്റെയും കൂടെ ഓരോ ഹൈഡ്രജൻ ഉണ്ട്. 6 കാർബണിൻ്റെയും കൂടെ ഓരോ ഹൈഡ്രജൻ ഉണ്ട്. ഈ 6 കാർബണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ടഡ് ആണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഓൾട്ടർനേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. അപ്പോഴാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ്ങുകൾ ശരിയാവുള്ളൂ. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബെൻസീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു സ്ട്രക്ചർ തന്നെയാണ് ബൊറാസീൻ ഉള്ളത്, അഥവാ ഇനോർഗാനിക് ബെൻസീനകത്തുള്ളത്. അവിടെ 6 കാർബണിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ട് ബോറോണും നൈട്രജനും ചേർന്നിട്ടാണ് ഒരു ഹെക്സഗൺ റിങ് ഫോം ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് ബോറോണും നൈട്രജനും, ഒരു ബോറോൺ എഴുതിയാൽ പിന്നെ ഒരു നൈട്രജൻ എഴുതണം. ഓക്കെ, എല്ലാവരുടെയും കൂടെ കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉള്ള പോലെ എല്ലാവരുടെയും കൂടെ ഓരോ ഹൈഡ്രജൻ ഉണ്ട്. അതിപ്പോൾ ബോറോൺ ആയാലും ശരി നൈട്രജൻ ആയാലും ശരി എല്ലാവരുടെയും കൂടെ ഓരോ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇവരുടെ ബോണ്ടുകൾ ശരിയാക്കുക. ഇപ്പോൾ ബോറോണിനെ ബോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ സമയം 3 പേരുമായിട്ടാണ് അല്ലേ? അപ്പോൾ ഒരു ഹൈഡ്രജൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 ബോണ്ടുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. അതേപോലെ തന്നെ ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോമ്പൗണ്ടാണ് ഇനോർഗാനിക് ബെൻസീൻ അഥവാ ഡൈബൊറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബെൻസീനുമായിട്ട് ഭയങ്കര സാമ്യമുള്ള പോലെ ഫീൽ ചെയ്യും. അതാണ് ഇതിനെ ഇനോർഗാനിക് ബെൻസീൻ അല്ലെങ്കിൽ ഡൈബൊറൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനോർഗാനിക് ബെൻസീൻ. അപ്പോൾ ഈ ഇനോർഗാനിക് ബെൻസീൻ്റെ പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഡൈബൊറൈനും അമോണിയയും കൂടെ റിയാക്ട് ചെയ്തിട്ട് ആദ്യം ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് ആ കോംപ്ലക്സിൽ നിന്നാണ് ബൊറാസീൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പേരെഴുതാൻ മറന്നല്ലേ, ബൊറാസീനെ വിളിക്കുന്ന പേരാണ് ഇനോർഗാനിക് ബെൻസീൻ. ഒറിജിനൽ പേര് ബൊറാസീൻ. ഓക്കെ, അപ്പോൾ ഡൈബൊറൈനിൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കണം. ഇനി ഡൈബൊറൈൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ. ഡൈബൊറൈൻ്റെ സ്ട്രക്ചറിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന സ്ട്രക്ചർ മാത്രമല്ല, ഇപ്പോൾ എക്സാമിന് ഇത് വരച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഇത് മനസ്സിലാക്കി വരയ്ക്കണം. എന്താണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും ഇതിനെ വരയ്ക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ആദ്യം സ്ട്രക്ചറിനെ പറ്റിയുള്ള പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. 4 terminal hydrogen atoms and the 2 boron atoms lie in one plane. Above and below this plane, there are 2 bridging hydrogen atoms. The 4 terminal BH bonds are regular 2 center 2 electron bonds, while the 2 bridge BHB bonds are 3 center 2 electron bonds. അപ്പോൾ ഈ പോയിന്റുകൾ ഇപ്പോൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇനി കാണിച്ചു തരാം, ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡൈബൊറൈൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പോൾ ഡൈബൊറൈൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, B2H6 അല്ലേ? അതെല്ലാവർക്കും അറിയാം. ഇത് ഞാൻ പറഞ്ഞു BH3 2 BH3 ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഡൈബൊറൈൻ ഉണ്ടാവുക എന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായി. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരുമിച്ചിരിക്കുന്നത്, അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു ബോറോണിന് ചുറ്റും 3 ഹൈഡ്രജൻ. ഓക്കെ, അതുപോലെ അടുത്ത ബോറോണിന് ചുറ്റും 3 ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ ആ ഹൈഡ്രജൻ ആറ്റംസ് വരയ്ക്കുകയാണ്. 3 ഹൈഡ്രജൻ ആറ്റംസ്. ഇതാണ് നമ്മൾ ഒരു ഡൈബൊറൈനായിട്ട് ഒരു BH3 യൂണിറ്റുകളായിട്ട് കാണിക്കുന്നത്. ഇനി ഇതെങ്ങനെ ഡൈബൊറൈൻ ആവണേ? ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ ഇരിക്കണേ. ഇനി ഇതെങ്ങനെ ഡൈബൊറൈൻ ആവണേ? ഡൈബൊറൈൻ ആവുന്നത് ഇവിടെയും കൂടെ ഒരു ബോണ്ട് വന്ന് ഇവർ ഒരുമിച്ചാലല്ലേ ഇത് ഡൈബൊറൈൻ ആവുള്ളൂ. യെസ്, അപ്പോൾ ഇതാണ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ. ഈ കാണുന്നതാണ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ. പക്ഷേ ഇത് കാണുന്ന അത്രയ്ക്ക് സിമ്പിളല്ല ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാരണം ഇതിനൊരു പ്രശ്നമുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഇലക്ട്രോൺസ് വെച്ച് നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇതാണ് ഒരു ബോറോൺ. ഈ ബോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും 3 ഇലക്ട്രോൺസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ 3 ഇലക്ട്രോൺസിനെ കാണിക്കുകയാണ്. ഓക്കെ, അതുപോലെ അടുത്ത ബോറോൺ, ഇവൻ്റെ കയ്യിലും 3 ഇലക്ട്രോൺസാണ് ഉള്ളത്.
അപ്പോൾ അവൻ്റെയും 3 ഇലക്ട്രോൺസ് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, ഇതാണ് ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്, അതായത് അറ്റത്ത് നിൽക്കുന്ന ഹൈഡ്രജൻ ആറ്റംസ്. അവൻ്റെ കയ്യിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്, ഓരോ ഹൈഡ്രജൻ്റെ കയ്യിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 ഇലക്ട്രോൺ ചേരുമ്പോഴാണ് നമ്മളതിനെ ഒരു ബോണ്ടായിട്ട് നമ്മൾ വരയ്ക്കുക. ശരിയല്ലേ? 2 ഇലക്ട്രോൺ ആവുമ്പോഴാണ് ഒരു സിംഗിൾ ബോണ്ടായിട്ട് നമ്മളതിനെ വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ബാക്കി ഇവൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇനി അതുപോലെ അടുത്ത ബോറോണിനും ഇതേപോലെ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ആ ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെയും കയ്യിൽ ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ബോറോൺ, അവൻ്റെ കയ്യിലും 2 സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ 1 2 3 4. ഓക്കെ, ഈ 4 ഹൈഡ്രജൻ ആറ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് വിളിക്കുന്നത്. 4 പേര്. ഓക്കെ, ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ്, അതായത് ഇവർ അറ്റത്ത് നിൽക്കുന്ന 4 പേരാണ്. സെക്യൂരിറ്റിക്കാരെ പോലെ അറ്റത്ത് നിൽക്കുകയാണ്. ഇവരെയാണ് നമ്മൾ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ബാക്കിയുള്ള 2 ഹൈഡ്രജൻ ആറ്റംസിനെ കുറിച്ചാണ്. ഇവരുടെ കയ്യിലും ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. ഇവരോട് ബോണ്ട് ചെയ്യാൻ പോകുന്ന ബോറോണിൻ്റെ കയ്യിലും ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസ് ഞാനിപ്പോൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്കിൻ്റെ സ്ട്രക്ചറുകളാണ്, താഴെ കാണിച്ചിരിക്കുന്നത് ബോണ്ടിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി ശരിക്കും ശ്രദ്ധിക്കുക, ഈ 2 ഹൈഡ്രജൻ ആറ്റം ഇവർക്ക് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺ ഇല്ല. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. കണ്ടില്ലേ? ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവിടെയും ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവിടെയും ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെ ബോണ്ട് ഫോം ചെയ്യണമെങ്കിലും അവിടെയും ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ ഇലക്ട്രോൺസ് ശരിക്കും മനസ്സിലാക്കി വരച്ചാൽ ഇതെന്തായി പറയണേന്ന് മനസ്സിലാവുള്ളൂ. അതായത് ഇവിടെ 2 ടൈപ്പ് ബോറോണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടുകളാണ് നിങ്ങൾ കാണുന്നത്. 2 ടൈപ്പ് ബോണ്ടുകൾ. ഒരെണ്ണം ഈ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ ബോണ്ടുകൾ. അത് സൂക്ഷിച്ച് നോക്കിയേ, അതെന്താ കാണുന്നത്? അതായത് ഒരു ബോറോണും ഒരു ഹൈഡ്രജനും കറക്റ്റ് സിംഗിൾ ബോണ്ടായിട്ടിരിക്കുകയാണ്. സിംഗിൾ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? 2 ഇലക്ട്രോൺസ് ആണ് അല്ലേ? അപ്പോൾ 2 സെൻറ്റർ, 2 സെൻറ്റർ, ഇതിനെ പറഞ്ഞ പേരാണ് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ്. 2 സെൻറ്ററും ഉണ്ട്, ഒരു ബോറോൺ ഒരു ഹൈഡ്രജൻ, 2 ഇലക്ട്രോണും ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ 2 സെൻറ്ററും 2 ഇലക്ട്രോണും ഉള്ള ബോണ്ടുകളാണ് ഈ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ ബോണ്ടുകൾ. BH ബോണ്ടുകൾ അങ്ങനെയാണ്. അതായത് നമ്മൾ ഈ 1 2 3 4 പറഞ്ഞ 4 ബോണ്ടുകൾ അങ്ങനെയാണ്. അവരുടെ ഇലക്ട്രോണിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. അവിടെ എല്ലായിടത്തും കണ്ടില്ലേ 2 ഇലക്ട്രോൺ ഉണ്ട്. കണ്ടോ? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 4 ബോണ്ടുകൾ നോക്കിയേ, 1 2 3 4. ഈ ബോണ്ടുകളുടെ പ്രത്യേകത എന്താ? അവിടെയൊക്കെ ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. കണ്ടില്ലേ? അവിടെയൊക്കെ ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ നമ്മളതിലെ ഒരു ബോണ്ട് നമ്മൾ എടുക്കുകയാണ്. അതായത് അവിടുത്തെ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോറോണും അടുത്ത ബോറോണും തമ്മിൽ ഇടയിലൊരു ഹൈഡ്രജൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞ BHB ബോണ്ട് എന്നാണ്. കണ്ടില്ലേ? BHB ബോണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഫുൾ ബോണ്ട് വരയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷേ 3 സെൻറ്റർ ഉണ്ട്. 1 2 3 3 സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബോണ്ടിനെ പറയുന്ന പേര് 3 സെൻറ്റർ, പക്ഷേ 2 ഇലക്ട്രോണേ ആകെ ഉള്ളൂ. കണ്ടോ? 1 2 ഇലക്ട്രോൺ ബോണ്ട്സ്. ഇത് 3 സെൻറ്ററും 2 ഇലക്ട്രോണും മാത്രമുള്ള ബോണ്ടുകളാണ്. ഈ ബോണ്ടുള്ള ഹൈഡ്രജൻ ആറ്റംസിനെ വിളിക്കുന്നത്, ഈ ബോണ്ടുകളെ വിളിക്കുന്നത് ബ്രിഡ്ജ് ബോണ്ട് എന്നാണ്. ഒരു ഇപ്പുറത്തുള്ള ബോറോണിൽ നിന്ന് അപ്പുറത്തുള്ള ബോറോണിലേക്ക് ഒരു പാലം പോകുന്ന പോലെയല്ലേ? അതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ബോണ്ടുകൾ എന്നാണ് ഇവരെ വിളിക്കുക, ബ്രിഡ്ജ് ബോണ്ട്സ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ എന്താ വിളിക്കുക? ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റം. മറ്റേത് ടെർമിനൽ ആണെങ്കിൽ ഇത് ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ഇതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പം മറക്കില്ല, കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുമ്പോൾ ഇത് ഒരിക്കലും മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഇതൊരു ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റമാണ്, ഇതും ഒരു ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റമാണ്. ഇവിടെ രണ്ടിടത്തും പ്രത്യേകത എന്താ? 3 സെൻറ്റർ ഉണ്ട്. 1 2 3.
അതുപോലെ 1 2 3 കണ്ടോ 3 സെൻറ്റർ ഉണ്ട്, പക്ഷേ 2 ഇലക്ട്രോണേ ഓരോ ബോണ്ടും ഫോം ചെയ്യാനായിട്ടുള്ളൂ. അതാണ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്സ്. ഇതാണ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഡൈബൊറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസും, അതായത് 2 ബോറോണാണ് സെൻറ്റർ, കൂടാതെ 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസും 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസും ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബ്രിഡ്ജ്. കണ്ടില്ലേ, ബ്രിഡ്ജ് ഒരു പാലമാണ്. ഒരു ബോറോണിൽ നിന്ന് മറ്റേ ബോറോണിലേക്ക് ഒരു പാലം. ഓക്കെ, അതുപോലെ താഴെ കൂടെയും ഒരു പാലം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, മുകളിൽ കൂടെയും താഴെ കൂടെ ഒരു പാലം. അപ്പോൾ അതാണ് ഇത് 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ഇത് 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് കറക്റ്റായിട്ട് ബോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ 2 ഇലക്ട്രോൺ വെച്ച് ബോണ്ട് ചെയ്യാനുണ്ട്. പക്ഷേ ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസിന് ഓരോ ഇലക്ട്രോണേ ബോണ്ട് ചെയ്യാനുള്ളൂ. അത് കാരണം അത് ഇൻകംപ്ലീറ്റ് ബോണ്ടാണ്. ഈ ബോണ്ടൊക്കെ എന്താണ്? ഇൻകംപ്ലീറ്റ് ബോണ്ടാണ്. ആ ബോണ്ടുകളെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് ബോണ്ട്സ്, അല്ലെങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റംസിനെ വിളിക്കുന്ന പേരാണ് ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, ഇനി ഈ സ്ട്രക്ചർ കണ്ടിട്ട് ഇതിന് മറ്റൊരു പേരുണ്ട്, ബനാന സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ. കണ്ടോ, ഒരു പഴം ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് തോന്നുന്നില്ലേ ഇത് കാണുമ്പോൾ? ഞാൻ നേരത്തെ കാണിച്ചു തന്ന പടം അല്ലേ? അപ്പം അതിനകത്ത് ഹൈഡ്രജൻ, ഈ ബ്രിഡ്ജുകൾ ഒരു പഴം വെക്കുന്ന പോലെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ് അതിനെ ബനാന സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു ബനാന പോലെ. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ബനാന സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ എന്താണെന്ന്, അല്ലെങ്കിൽ ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റംസ്, ടെർമിനൽ ഹൈഡ്രജൻ ആറ്റംസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൈബൊറൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബണിൻ്റെ അലോട്രോപ്സ് ആണ്. കാർബണിൻ്റെ അലോട്രോപ്സ് നമുക്കറിയാം. കാർബണിന് ഒരുപാട് അലോട്രോപ്സ്. എന്താ അലോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എൻ എലമെൻറ്റ്, അതിനെയാണ് അലോട്രോപ്പ് എന്ന് പറയുക. പല തരത്തിൽ ഒരു എലമെൻറ്റ് ഇരിക്കുക. ഇതിലേതാണ് ഒറിജിനൽ കാർബൺ എന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഒരേ സാധനം തന്നെ പല രീതിയിലിരിക്കുക. അതിനെയാണ് ഇപ്പോൾ നമ്മൾ അവതാരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ, ഒരാളുടെ തന്നെ പല അവതാരങ്ങൾ, പല രൂപങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ കാർബണിന് പല അവതാരങ്ങളുണ്ട്. അതിനെയാണ് അലോട്രോപ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് അലോട്രോപ്പിക് ഫോംസ് ഉണ്ട്. ക്രിസ്റ്റലൈൻ ഉണ്ട്, അമോർഫസ് ഉണ്ട്. ശരിക്കും നോട്ട് ശ്രദ്ധിക്കുക, ക്രിസ്റ്റലൈൻ, അമോർഫസ്. ക്രിസ്റ്റലൈൻ ഫോം ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും ഫുള്ളറീൻസുമാണ്. ബാക്കി ഡയമണ്ട്, കോൾട്ടാർ പോലെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ അമോർഫസ് ആണ്. ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഈ 3 പേരെയാണ്. ഇതിന് ഡയമണ്ട് അതിനകത്ത് എഴുതിയിട്ടില്ല, അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഇതാണ് ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് കാർബൺ. ഓക്കെ, ഇനി ഡയമണ്ട് ഗ്രാഫൈറ്റും തമ്മിലുള്ള പ്രത്യേകതകൾ പ്രത്യേകം നോട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കുക. അതിനുവേണ്ടി ഞാൻ പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി പോവാം. ഡയമണ്ടിന് sp3 ഹൈബ്രിഡൈസേഷനാണ്, ഗ്രാഫൈറ്റിന് sp2 ഹൈബ്രിഡൈസേഷനാണ്. ഡയമണ്ട് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്, ഗ്രാഫൈറ്റ് ഒരു 2-dimensional sheet-like structure consisting of a number of hexagonal rings fused together. Layers are held by van der Waals forces. ഓക്കെ, അപ്പോൾ ഡയമണ്ട് എന്ന് പറയുന്നതിന് ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. പക്ഷേ ഗ്രാഫൈറ്റ് അങ്ങനെയല്ല. ഗ്രാഫൈറ്റിനൊരു 2-dimensional ഷീറ്റ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണെന്നാണ് പറയുന്നത്. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ 3-dimensional. ഞാനത് കാണിച്ചു തരാം. ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ 4 കാർബണിനോട് അറ്റാച്ച് ചെയ്യുകയാണ്. ഇതാണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ. ഇതൊരു 3-dimensional സ്ട്രക്ചറാണ്. പക്ഷേ ഗ്രാഫൈറ്റ് അങ്ങനെയല്ല. ഗ്രാഫൈറ്റ് ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. നിറയെ ബെൻസീൻ പോലെയുള്ള റിങ്, ഹെക്സഗണൽ റിങ്, ബെൻസീൻ അല്ല, ഹെക്സഗണൽ റിങ്ങുകൾ അറ്റാച്ച് ചെയ്ത പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിൻ്റെ. ഓക്കെ, നിറയെ ഇതുപോലെ. അത് ഒരു ലെയർ അല്ല, ഇതിൻ്റെ താഴെ വേറൊരു ലെയർ, അങ്ങനെ അതിൻ്റെ താഴെ വേറൊരു ലെയർ, അങ്ങനെ പല പല ലേയേഴ്സായിട്ടുള്ള ഹെക്സഗണൽ സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിനുള്ളത്. ഇതിൽ ഓരോ ലെയറിലെയും കാർബൺ ആറ്റംസ് തമ്മിൽ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. കണ്ടോ, അവർ തമ്മിലൊരു വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഉണ്ട്. അതാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റിന് ലെയർ, ഇതൊരു ലെയറാണ്, ഇത് അടുത്ത ലെയറാണ്, അങ്ങനെ ഗ്രാഫൈറ്റിന് ലെയേർഡ് സ്ട്രക്ചറാണ്. നമ്മൾ സിമ്പിളായിട്ട് വരച്ചാൽ ഇതൊരു ലെയർ, ഇത് അടുത്ത ലെയർ, ഇത് അടുത്ത ലെയർ, ഇങ്ങനെ ലെയറുകളായിട്ടിരിക്കുന്ന സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിനുള്ളത്.
ഡയമണ്ടിനുള്ളത് ഇതേപോലെ ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇനി ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത്. ഡയമണ്ടിൻ്റെ പ്രോപ്പർട്ടി നോക്കുക, എർത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആൻ അബ്രസീവ് ഫോർ ഷാർപ്പനിങ് ഹാർഡ് ടൂൾസ് ഇൻ മേക്കിംഗ് ഡൈസ് ആൻഡ് മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ. ഓക്കെ, അതായത് ഇത് ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആകുമ്പോൾ ഏറ്റവും ഹാർഡായിട്ടുള്ള ടൂൾസ് അത് മൊനവെപ്പിക്കാൻ അല്ലേ, ഷാർപ്പൻ ചെയ്യാനായിട്ട് അബ്രസീവ് പോലെ ഇത് ഉപയോഗിക്കും. ഓക്കെ, ഇത് ഉരച്ച് അതിനെ ഷാർപ്പൻ ചെയ്യാനായിട്ട്, ഹാർഡായിട്ടുള്ള ടൂൾസിനെയൊക്കെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ഡയമണ്ട് ഉപയോഗിക്കും. ആൻഡ് മേക്കിംഗ് ഡൈസ് ഉപയോഗിക്കാൻ, കളറിങ് ഏജൻറ്റിനെയാണ് ഡൈ എന്ന് പറയുക, കളർ കൊടുക്കുന്ന കെമിക്കൽസ് അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ആൻഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റൽ ഉണ്ടാക്കാനായിട്ട് അതിനും ഡയമണ്ട് ഉപയോഗിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ നോൺ കണ്ടക്ടർ. അത് നോൺ കണ്ടക്ടറാണ്, അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കില്ല, അത് നോൺ കണ്ടക്ടറാണ്. ഇനി ഗ്രാഫൈറ്റ് നേരെ തിരിച്ചാണ്. ഗ്രാഫൈറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി അലോങ് ദ ഷീറ്റ്. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. ഇറ്റ് ഈസ് വെരി സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. അത് സോഫ്റ്റാണ്, സ്ലിപ്പറിയാണ്. ഡയമണ്ട് ഹാർഡാണ്, പക്ഷേ ഇത് സോഫ്റ്റാണ്, സ്ലിപ്പറിയാണ്. കാരണം ഇതിന് ലെയറുകളല്ലേ, അപ്പോൾ ലെയറുകൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നി മാറും. അത് കാരണം അത് സ്ലിപ്പറിയാണ്. യൂസ്ഡ് ആസ് എ ഡ്രൈ ലൂബ്രിക്കൻ്റ് ഇൻ മെഷീൻസ് റണ്ണിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഗ്രാഫൈറ്റ് ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് ഈ സോളിഡ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ എൻജിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഒഴിക്കുന്നത് ഓയിലാണ് അല്ലേ, ലിക്വിഡ് ലൂബ്രിക്കൻസ് ആണ് നമ്മൾ ഒഴിക്കുക, ഫ്രിക്ഷൻ ഒഴിവാകാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഗ്രാഫൈറ്റ് സോളിഡ് ലൂബ്രിക്കൻ്റ് ആണ്. എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ മെഷീൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിക്വിഡ് ആണെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. ഗ്രാഫൈറ്റ് സോളിഡ് ആയതുകൊണ്ട് അത് ഇവാപ്പറേറ്റ് ചെയ്യില്ല, കാലാകാലത്തോളം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ലൈഫ് കിട്ടും. അപ്പോൾ അതിന് പറ്റിയ ഒരാൾ, സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് ആര്? ഗ്രാഫൈറ്റ്. അപ്പോൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഇത് രണ്ടും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ആളാണ് ഫുള്ളറിൻസ്. ഫുള്ളറിൻസ് എന്ന് പറയുന്നത്, ഫുള്ളറിൻസ് ആർ കേജ് ലൈക്ക് മോളിക്യൂൾസ്. C60 molecule has a shape like soccer ball and called Buckminster fullerene. 60 കാർബൺ ഉള്ള ഫുള്ളറിൻ്റെ പേരാണ് ബക്മിൻസ്റ്റർ ഫുള്ളറിൻ. അതിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ സോക്കർ ബോൾ പോലെ ഇരിക്കും, ഫുട്ബോൾ പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ. അത് കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ഫോം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളറിനാണ്, മോസ്റ്റ് സ്റ്റേബിൾ. ഇറ്റ് കണ്ടെയ്ൻസ് 26 മെമ്പേർഡ് റിങ്സ് ആൻഡ് 12 5-membered റിങ്സ്. ഓക്കെ, 20 6-membered റിങ്സ്, 6 പേരുള്ള 20 റിങ്ങുകളും 5 പേരുള്ള 12 റിങ്ങുകളുമാണ് ഫുള്ളറിനകത്തുള്ളത്. ആൻഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷനാണ്. ഇനി പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഫുള്ളറിൻസ് ബീങ് കൊവാലൻറ്റ് ആർ സോൾബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ്. ഫുള്ളറിൻസ് കൊവാലൻ്റ് ആയതുകൊണ്ട് ഓർഗാനിക് സോൾവെൻറ്റ്, അതായത് ഈതർ അങ്ങനെയുള്ള ഓർഗാനിക് സോൾവെൻറ്റിനകത്ത്, അസറ്റോൺ പോലുള്ള ഓർഗാനിക് സോൾവെൻറ്റിനകത്തൊക്കെ ഇത് ഡിസോൾവ് ചെയ്യും. ഇറ്റ് ഓൾസോ ഫോംസ് പ്ലാറ്റിനം കോംപ്ലക്സ്. പ്ലാറ്റിനമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ പ്ലാറ്റിനമായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ ഫുള്ളറിൻസിന് പറ്റും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഫുള്ളറിൻസിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഫുള്ളറിൻ കഴിഞ്ഞാൽ പിന്നെ മറ്റ് അലോട്രോപ്സ് ആണ് കോൾ, കോൾട്ടാർ, കാർബൺ ബ്ലാക്ക്, കോക്ക്. അതുപോലെ ഒരാളാണ് ചാർക്കോൾ. ചാർക്കോൾ 2 ടൈപ്പ് ഉണ്ട്, കോൾ, കോൾട്ടർ. ഇതൊക്കെ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചാർക്കോൾ അറിയണം. ചാർക്കോൾ 2 ടൈപ്പ് ഉണ്ട്, വുഡ് ചാർക്കോൾ ഉണ്ട്, ആനിമൽ ചാർക്കോൾ ഉണ്ട്. വുഡ് ചാർക്കോൾ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സ്ട്രോങ്ലി ഹീറ്റിംഗ് വുഡ് ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഒരു മരത്തടി എടുത്തിട്ട് അധികം എയർ കടക്കാതെ അതിനെ ചൂടാക്കുക അല്ലെങ്കിൽ കത്തിക്കുക. അധികം എയർ വരാൻ പാടില്ല, ലിമിറ്റഡ് സപ്ലൈ ആണ്. അപ്പോഴാണ് നമുക്ക് വുഡ് ചാർക്കോൾ കിട്ടുക. ആനിമൽ ചാർക്കോൾ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ബോൺസ്. എല്ലിൻ്റെ പൊടിയിൽ നിന്ന് അതിനെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ആനിമൽ ചാർക്കോൾ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പേരുകൾ ഓർത്ത് വയ്ക്കുക, എന്താണ് അത് കിട്ടുന്ന രീതി എന്നുള്ള ആ പേരുകൾ മാത്രം ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അലോട്രോപ്സ് ഓഫ് കാർബണിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പോൾ ഡയമണ്ട്, ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, കോൾ, കോൾട്ടാർ, കാർബൺ ബ്ലാക്ക്, കോക്ക്, വുഡ് ചാർക്കോൾ, ആനിമൽ ചാർക്കോൾ. കണ്ടോ, ഇത്രയും അലോട്രോപ്സ് ആണ് കാർബണിനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് കാർബൺ മോണോക്സൈഡ്. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്ക് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഓർ എയർ yieldസ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ടോ, കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിനെ ഡയറക്റ്റ് ഓക്സിഡേഷൻ ചെയ്യുക. ഡയറക്റ്റ് ഓക്സിഡേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഓർ എയർ
എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാർബൺ മുഴുവനായിട്ടും കത്തിക്കഴിഞ്ഞാൽ, ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബണിനെ മുഴുവനായിട്ടും അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. പക്ഷെ അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പസ്റ്റൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഓക്സിജൻ കുറച്ച് വെച്ചിട്ട് ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ കാർബണിനെ കത്തിക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് കാർബൺ മോണോക്സൈഡ് കിട്ടുക. കാരണം അത് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റനാണ് അവിടെ നടക്കുക. ഓൺ സ്മോൾ സ്കെയിൽ പ്യുവർ കാർബൺ മോണോക്സൈഡ് ഇസ് പ്രിപ്പയർഡ് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു ലാബിലൊക്കെ നിർമ്മിക്കുകയാണ്, കാർബൺ മോണോക്സൈഡ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫോമിക് ആസിഡ്, അഥവാ ഫോമിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ UPSC നെയിമാണ് മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ് HCOOH എന്ന് നിങ്ങളിവിടെ കാണുന്നതാണ് ഫോമിക് ആസിഡ്. അത് 373 കെൽവിൻ ടെമ്പറേച്ചറിൽ ചൂടാക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കാർബൺ മോണോക്സൈഡ് കിട്ടും. കാർബൺ മോണോക്സൈഡ് അത് സ്മോൾ സ്കെയിലായിട്ട്. ഇനി കൊമേഴ്സ്യലായിട്ട് നിങ്ങൾക്ക് കാർബൺ മോണോക്സൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് ഓൾറെഡി നമ്മൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെത്തേഡ് പഠിച്ചു. കാർബൺ അഥവാ കോക്ക് അല്ലേ, നല്ല ചൂടായിട്ടുള്ള കോക്ക് 473 to 1273 കെൽവിൻ ടെമ്പറേച്ചറിൽ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. സ്റ്റീം അതിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ ഗ്യാസ് കിട്ടും. വാട്ടർ ഗ്യാസ് നമ്മൾ ഹൈഡ്രജൻ ചാപ്റ്ററിൽ, അപ്പോൾ ഇത് പഠിച്ച രണ്ടുണ്ട് കാര്യം. ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഈ ചാപ്റ്ററിനകത്ത് കാർബൺ മോണോക്സൈഡിൻ്റെ പ്രിപ്പറേഷനായിട്ടും ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഇത് രണ്ടും കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ്. ഇവിടെ എയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റീം. ഇവിടെ സ്റ്റീമിന് പകരം നമ്മൾ എയർ ഉപയോഗിച്ചാൽ എയറിനകത്ത് നമുക്കറിയാം ഓക്സിജനും നൈട്രജനും ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗേഷ്യസ് മിക്സ്ചറാണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും. കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ. അപ്പോൾ ആ മിക്സ്ചർ ഓഫ് ഗ്യാസിന് വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ നമുക്ക് ഉടനെ കിട്ടി അല്ലേ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മിക്സ്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡും നൈട്രജനും മിക്സ്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഗ്യാസ്. ഓക്കെ, രണ്ടും സെയിം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വ്യത്യാസം ഒരിടത്ത് സ്റ്റീം ഒരിടത്ത് എയർ, അത്രയേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുക. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഇസ് എ കളർലെസ്, ഓർഡർലെസ് ആൻഡ് വാട്ടർ ഇൻസോലബിൾ ഗ്യാസ്. കളർലെസ് ആണ്, കാണാൻ പറ്റില്ല. ഓർഡർലെസ് ആണ്, സ്മെൽ ചെയ്യാൻ പറ്റില്ല. വാട്ടർ ഇൻസോൾബിൾ ആണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. ഇറ്റ് ഇസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജൻറ്റ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ആൻഡ് റെഡ്യൂസസ് ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ ഓക്സൈഡ്സ്. അതിൻ്റെ റിയാക്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അയേൺ ഓക്സൈഡിനെയും സിങ്ക് ഓക്സൈഡിനെയും കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്തു? അയേണും സിങ്കുമായിട്ട് റെഡ്യൂസ് ചെയ്തു. കണ്ടോ, അയേൺ ഓക്സൈഡിൽ നിന്ന് അയേണിനെ മാത്രം വേർതിരിച്ചെടുക്കാനായിട്ട്, അതിനെ റെഡ്യൂസ് ചെയ്ത് വേർതിരിച്ചെടുക്കാൻ കാർബൺ മോണോക്സൈഡിന് പറ്റും. അതേപോലെ സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്കിനെ വേർതിരിച്ചെടുക്കാനും കാർബൺ മോണോക്സൈഡിന് പറ്റും. അതർ ദാൻ ദോസ് ഓഫ് ദ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ മെറ്റൽസ്, അലുമിനിയം ആൻഡ് എ ഫ്യൂ ട്രാൻസിഷൻ മെറ്റൽസ്. കണ്ടോ, എല്ലാ മെറ്റൽ ഓക്സൈഡ്സിനെയും ചെയ്യും. ആരും ഒഴിച്ച് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതുപോലെ അലുമിനിയവും പിന്നെ കുറച്ച് ട്രാൻസിഷൻ മെറ്റൽസ്. അങ്ങനെ കുറച്ച് പേര് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറേ പേരും ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് അയേൺ ഓക്സൈഡും സിങ്ക് ഓക്സൈഡും. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് കളർലെസ് ഗ്യാസാണ്, ഓർഡർലെസ് ഗ്യാസാണ്, വാട്ടർ ഇൻസോലബിൾ ആണ്, പവർഫുൾ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ടോപ്പിക്കും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. They are a group of organosilicon polymers which have R2SiC as a repeating unit. R2SiC എന്ന് വെച്ചാൽ ഡൈ ആൽക്കൈൽ സിലിക്കൺ കാർബൈഡ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. R2SiC എന്ന് ഓർത്താൽ മതി. ഇത് റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ട് പോകുന്ന വലിയൊരു പോളിമറിക് സ്ട്രക്ചർ, വലിയൊരു പോളിമറാണ്. അതാണ് സിലിക്കോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അതായത് ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ സിലിക്കോണിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന്, മീഥൈൽ ക്ലോറൈഡ്. മോളിൽ നിന്ന് നോക്കി വരിക, അപ്പോൾ മനസ്സിലാവും. മീഥൈൽ ക്ലോറൈഡും സിലിക്കണും കൂടെ ആദ്യം കമ്പൈൻ ചെയ്യുന്നു. കോപ്പർ പൗഡർ 570 കെൽവിൻ ടെമ്പറേച്ചർ വേണം. കോപ്പർ പൗഡർ അതിൻ്റെ പ്രസൻസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടോ R2SiC നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ഡൈമീഥൈൽ സിലിക്കൺ ഡൈക്ലോറൈഡ് അല്ലെങ്കിൽ ഡൈമീഥൈൽ സിലിക്കൺ ക്ലോറൈഡ് എന്ന് പറഞ്ഞാലും മതി. അങ്ങനെ ഒരു കോമ്പൗണ്ട് ആദ്യം ഫോം ചെയ്തു, ഡൈമീഥൈൽ സിലിക്കൺ ക്ലോറൈഡ്. അതിലേക്ക് 2 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തു, 2 HCl മോളിക്യൂൾ റിമൂവ് ചെയ്തു. അപ്പം നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് കിട്ടി, CH3 twice SiOH twice. ഓക്കെ, ഡൈമീഥൈൽ സിലിക്കൺ ഹൈഡ്രോക്സൈഡ് കിട്ടി. ഡൈമീഥൈൽ സിലിക്കൺ ഹൈഡ്രോക്സൈഡ്.
ഈ ഡൈമീഥൈൽ സിലിക്കൺ ഹൈഡ്രോക്സൈഡ് പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് സിലിക്കോൺ. കണ്ടോ, അത് പോളിമറൈസ് ചെയ്ത് കുറേ ഡൈമീഥൈൽ CH3 ട്വൈസ് SiOH ട്വൈസ് 3 എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അങ്ങനെ 3 ചേരുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യണം. അതാണ് -H2O എന്ന് കാണിച്ചിരിക്കുന്നത്. ഒരു വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പോളിമറൈസ് ചെയ്യുമ്പോൾ ഇത് ഇതുപോലൊരു പോളിമറായിട്ട് മാറും. ഇതിൻ്റെ പേരാണ് സിലിക്കോൺ. അപ്പോൾ ഇത് വരയ്ക്കാൻ പഠിക്കണം. സിലിക്കോൺ 1-2 പ്രാവശ്യം മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അത്രയ്ക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് പറയാൻ പറ്റില്ല. 1-2 പ്രാവശ്യം മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മെയിനായിട്ടും പഠിക്കേണ്ടത് ഈ ഒരു പ്രിപ്പറേഷനാണ്. ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരയ്ക്കാനും ഓർത്ത് വയ്ക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ സിലിക്കോണിൻ്റെ പ്രത്യേകം ഓർത്ത് വയ്ക്കണം, പഠിച്ചു വയ്ക്കണം. പറ്റുകയാണെങ്കിൽ നന്നായിട്ട് എഴുതി പഠിക്കുക. എക്സാമിൻ്റെ തലേന്നും ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കുക, കാരണം ഇത് മറന്നു പോകാൻ വളരെ എളുപ്പമാണ്. ഇനി സിലിക്കോണിൻ്റെ പ്രത്യേകതകൾ നോക്കാം. വാട്ടർ റിപ്പല്ലിംഗ് ഇൻ നേച്ചർ. വെള്ളത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് സിലിക്കോൺ. വാട്ടർ റിപ്പല്ലിംഗ് ആണ്. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി സിലിക്കോൺ ഉപയോഗിക്കാം. ഹാവ് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. കണ്ടോ, അപ്പോൾ ചൂടിനെയും തടുത്തു നിർത്തും, വെള്ളത്തിനെയും തടുത്തു നിർത്തും. അപ്പോൾ അതുപോലുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആൻഡ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ഇതിനെ ഡിസോൾവ് ചെയ്യാൻ സാധ്യത കുറവാണെന്നർത്ഥം. ഓക്കെ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലാണ്, അതുപോലെ റെസിസ്റ്റൻസ് കൂടുതലാണ്. കണ്ടോ, എല്ലാ രീതിയിലും ഇത് ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ആൻഡ് യൂസ്ഡ് ആസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സീലൻറ്റ്, ഗ്രീസസ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. കണ്ടോ, ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. വാട്ടർ റിപ്പല്ലിംഗ് ആവണം, ഹൈ തെർമൽ സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, അതുപോലെ റെസിസ്റ്റൻസ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് സിലിക്കോൺസിൻ്റെ പ്രത്യേകത. സിലിക്കോൺ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് P ബ്ലോക്കിനകത്ത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡൈബൊറൈൻ, അലോട്രോപ്സ് ഓഫ് കാർബൺ, കാർബൺ മോണോക്സൈഡ്, സിലിക്കോൺസ് 4 ടോപ്പിക്സ് P ബ്ലോക്ക് കഴിഞ്ഞു. ഓക്കെ, P ബ്ലോക്കിൻ്റെ ഫോക്കസ് ചെയ്യാനുള്ള 4 ടോപ്പിക്ക്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ S ബ്ലോക്കിൻ്റെയും P ബ്ലോക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻട്രൻസ് മോഡൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S ബ്ലോക്കിൻ്റെയും P ബ്ലോക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും നല്ല സ്ഥലമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ S ബ്ലോക്കിൻ്റെയും P ബ്ലോക്കും നല്ല തറവായിട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരും. അടുത്ത ക്ലാസ് വരുന്നത് എന്നായിരിക്കും? അടുത്ത തിങ്കളാഴ്ച അല്ലേ? അടുത്ത നെക്സ്റ്റ് മൺഡേ ആയിരിക്കും അടുത്ത ക്ലാസ് വരിക. അപ്പോഴേക്കും S ബ്ലോക്ക് P ബ്ലോക്ക് നല്ല തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഉത്തരം പറയുന്ന രീതിയിലൊക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.